കരുത്തുറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിലും തുടർച്ചയായുള്ള ഇടതു ഭരണത്തിന് നേതൃത്വം നൽകിയ ശക്തനായ മുഖ്യമന്ത്രി എന്ന നിലയിലും ദേശീയ തലത്തിൽ പിണറായി വിജയന് ശ്രദ്ധ നേടിക്കൊടുത്ത മണ്ഡലമാണ് ധർമ്മടം. 10 വർഷത്തിനിടെ കേരളത്തിൽ മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട് ഉൾപ്പെട്ട് ഇടം സാക്ഷ്യം വഹിച്ചത്. ആതുര സേവന രംഗത്തും പശ്ചാത്തല മേഖലയിലും IT വികസനത്തിലുൾപ്പെടെ വലിയ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടന്നുവരുന്നത്. ഫലം പുറത്തുവരുമ്പോൾ പിണറായിയിലെ കൺവെൻഷൻ സെൻറ്ററിൽ മുഖ്യമന്ത്രി എത്തുമെന്നും മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിരുന്നെങ്കിലും തിങ്കളാഴ്ച അതൊന്നും ഉണ്ടായില്ല. 1,00,000 എന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് 5 കൊല്ലത്തിനിപ്പുറം ഏറെ നാടകീയതയ്ക്കൊടുവിൽ അത് 19,247 കൂപ്പുകുത്തിയതിൻ്റെ ക്ഷീണം മുന്നണിക്കും പാർട്ടിക്കും ഉപരിയായി പിണറായി വിജയൻ എന്ന വ്യക്തിയിലാണ് തൊട്ടു നിൽക്കുന്നതെന്നും ധർമ്മടം നൽകുന്ന പാഠമാണ്. 2011 രൂപവൽക്കരണം മുതൽ ഇടതിനൊപ്പമായിരുന്നു മണ്ഡലം. ഇക്കുറി LDF സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ മത്സരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഉറപ്പായിരുന്നു. UDF എതിരാളികളെ തേടുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായുള്ള VP അബ്ദുൾ റഷീദിൻ്റെ വരവ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ശക്തമായ പോരാട്ടം നടത്തി ഇക്കുറി 2ാം അംഗത്തിന് ഒരുങ്ങുമ്പോഴാണ് റഷീദിനെ പാർട്ടി ധർമ്മടത്തേക്ക് അയച്ചത്. തളിപ്പറമ്പിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ വിമത സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടെയായിരുന്നു റഷീദിൻ്റെ കളം മാറ്റം. NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന സെക്രട്ടറി K രഞ്ജിത്തും രംഗത്തെത്തിയതോടെ മത്സരം കടുക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. അടുത്തിടെ അന്തരിച്ച KK നാരായണനായിരുന്നു ധർമ്മടത്തെ ആദ്യ ജനപ്രതിനിധി. 2016 2021 പിണറായി എത്തി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,123 വോട്ടായിരുന്നു പിണറായിയുടെ ഭൂരിപക്ഷം. എടക്കാട് ബ്ലോക്കിലെ ചെമ്പിലോട്, കടമ്പൂർ, പെരളശ്ശേരി പഞ്ചായത്തുകളും തലശ്ശേരി ബ്ലോക്കിലെ അഞ്ചരക്കണ്ടി, ധർമ്മടം, മുഴപ്പിലങ്ങാട്, പിണറായി, വേങ്ങാട് പഞ്ചായത്തുകളും ചേർന്ന നിയമസഭാ മണ്ഡലം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,93,486 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 82.82% പേർ വോട്ട് ചെയ്തു. 1,60,60,247. അതിൽ 59.61% വോട്ടും പിണറായിക്കായിരുന്നു. 95,522. കൈപ്പത്തി ചിഹ്നത്തിൽ ജനവിധി തേടിയ UDFൻ്റെ C രഘുനാഥ് 45,399 വോട്ടുമായി 2ാം സ്ഥാനത്തായിരുന്നു. 28.33%. BJP നേതാവ് CK പത്മനാഭൻ 14,623 വോട്ട് നേടി, 9.13%. ഇക്കുറി 2,06,000 വോട്ടർമാരിൽ നിന്നായി പിണറായി 85,614 VP അബ്ദുൾ റഷീദ് 66,367 വോട്ട് നേടി. NDAയുടെ K രഞ്ജിത്ത് 18,555 വോട്ടും പിടിച്ചു. 2021 59.61% വോട്ട് നേടിയ പിണറായിക്ക് ഇത്തവണ 49.87% വോട്ട് നേടാനേ കഴിഞ്ഞുള്ളൂവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലത്തിൽ LDFന് നേരിയ മേൽക്കൈ മാത്രമായിരുന്നു. ആകെയുള്ള 165 ബൂത്തുകളിൽ 85-ൽ LDFനും 80-ൽ UDFനുമായിരുന്നു ഭൂരിപക്ഷം. വോട്ടിൻ്റെ എണ്ണത്തിൽ 2,616 മാത്രം വ്യത്യാസം. LDF 71,794 വോട്ട് നേടി. UDF ആവട്ടെ 69,178 വോട്ടും നേടി. BJP 16,711 എന്നിങ്ങനെയായിരുന്നു വോട്ട് നില. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളും LDFനൊപ്പമായി. കടമ്പൂർ UDFൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. ആകെയുള്ള 153 വാർഡിൽ LDFന് 108 കിട്ടിയപ്പോൾ UDFനുള്ളത് 38 മാത്രം. NDAക്ക് 3 മറ്റുള്ളവർ 4 നേടി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel near Kannur Airport, Mattanur.